ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കും. 2 കിലോമീറ്റർ അപ്പുറം താമസിക്കും. 3 കിലോമീറ്റർ. ബിജു ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ്. അതെ, ഭീതിയോട്, അത്ര വലിയ ഭീതിയോടുകൂടിയായിരുന്നു ആളുകൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഫില്ലിംഗ് സൈഡിൽ മണ്ണെടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിച്ചല്ല. ഇതിന് ഓപ്പോസിറ്റ് സൈഡില് ബിജു എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ പുരയിടമെല്ലാം വിണ്ടുകീറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജ MLA അടക്കം വന്ന് കർഷക സംഘ നേതാക്കളടക്കം വന്ന് സന്ദർശിച്ച് ഇടപെട്ടതാണ്. അപ്പോൾ തന്നെ ഇത് അപകട സാധ്യതയുണ്ട് എന്നത്. ബിജു അടക്കമുള്ള ആളുകളെ അവിടുന്ന് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരോട് മാറാൻ പറഞ്ഞതാണ്. ഇവിടെയുള്ള 42 ആളുകളെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ക്യാമ്പില് MLAയും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം ഇടപെട്ട് ഇന്ന് രാവിലെ 4 മണി വൈകിട്ട് 4 മണിയോടുകൂടി മാറ്റി 10:30 മണിക്ക് 10:20 ഈ സംഭവം ഉണ്ടായത്. ക്യാമ്പിലുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ഫോൺ വിളിച്ച് പറഞ്ഞത്. ഇപ്പോൾ തന്നെ ടൗണിലും പരിസര പ്രദേശത്തുള്ള തൊഴിലാളികളും പൊതുപ്രവർത്തകരും എല്ലാവരും ഇവിടെ വന്നു. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ കടന്നു വന്ന് 2 മേഖലയിൽ കൂടെ JCB കൊണ്ടൊന്ന് വഴി വെട്ടിയതിനു ശേഷമാണ് ഇങ്ങോട്ട് കടന്നു എത്താൻ കഴിഞ്ഞ്. ഞങ്ങൾ വരുമ്പോൾ ബിജുവിന്റെ കൈ ചലിക്കുന്നുണ്ടായിരുന്നു. ഭാര്യയുടെ തോളയിൽ കൈ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ കൈ തെന്നി താഴത്തേക്ക് മാറിപ്പോയി. ഇവിടെ ഈ ഭാഗത്താണ് കട്ടിലിന്റെ അടിയിൽ. അപ്പൊ ഇതിങ്ങനെ പൊട്ടിയിരുന്നോണ്ട്, ബീമിന്റെ മുകളിലുള്ള കട്ട പൊട്ടിയിരുന്നോണ്ട് അങ്ങോട്ട് കടക്കാൻ പാടില്ല. സന്ധ്യയോട് ഞങ്ങൾ സംസാരിച്ചു, വെള്ളം കൊടുത്തു. തോമസ് എന്ന് പറയുന്ന ഒരു പയ്യൻ അതിന്റെ ഉള്ളിൽ കയറി സംസാരിച്ചു, ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വലിച്ചു ഊരിയെടുക്കാൻ നോക്കിയപ്പോ ഭർത്താവിന്റെ കാലിന്റെ ഇടയിലേക്ക് ഈ കാല് കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് വലിച്ചൂരിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറേയും കൂടി നേരത്തെ നമുക്ക് അവരെ നേരത്തെ എടുക്കാം. അതിനുശേഷം ഫയർഫോഴ്സും ഡിപ്പാർട്ട്മെന്റ് പോലീസും എല്ലാം വന്ന് ഘട്ടം ഘട്ടമായി നാട്ടുകാരുടെ സഹായത്തോടു കൂടി തെങ്ങുകൾ മുറിച്ച് ഊന്നു കൊടുത്ത് ചെറിയ ജാക്കികൾ വെച്ച് പൊക്കിയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും എല്ലാം കയറിയത്. അതൊരു 10-30 അടി മുകളിൽ നിന്ന് വരെ മണ്ണ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് റോഡിന്റെ മുകളിലേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല. മണ്ണ് വരാൻ സാധ്യതയുണ്ട്. റോഡ് കട്ട് ചെയ്താണോ വന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇലക്ട്രിക് പോസ്റ്റ് വരെ അവിടുന്ന് സൈഡിൽ നിന്നുണ്ടായത് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ ദൂരെ ഇവിടെ പ്ലാവ്, ഇവിടെ നിന്ന് കാണാം. ആ പ്ലാവിന്റെ ചുവട്ടിലൊരു വീടുണ്ടായിരുന്നു. ആ വീട് ഇപ്പൊ കാണാനില്ല. 2 നില വീടായിരുന്നു. അപ്പൊ ഇത് വലിയ ഗുരുതരമായ ഒരു സംഭവമാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഈ നാഷണൽ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൂമ്പൻപാറ റേഞ്ച് ഓഫീസ് പടിയിലും റേഞ്ച് ഓഫീസ് പടിക്ക് അപ്പുറം തന്നെ ഇതുപോലെ തന്നെ മണ്ണിടിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഭാവിയിൽ വലിയ അപകടം ഉണ്ടാവും. അശാസ്ത്രീയമായ പണിയാണ്. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇവിടെ 56 ഇവിടെ ഒരു 6 വീടും കൂടെ വരും. ഇവരെ തറവാടുണ്ട്. ഇവിടെ ഒരു വീടിന്റെ മുകളിലൊരു വീടുണ്ട്. 6 വീട് ഇപ്പൊ പോയതുണ്ട്. ഇനി ഇവിടെ താമസിക്കുക എന്ന് പറയുന്നത് അല്ല, ഇങ്ങനെ ഇതേണൊക്കെ പിടിച്ച് താമസിക്കാൻ വലിയ മാനസികമായ പ്രശ്നങ്ങൾ രൂപപ്പെടുമല്ലോ. അതുകൂടാതെ അപകട ഭീഷണി നമുക്ക് ഉണ്ട്. പക്ഷെ ഇതിനോടൊന്നും യോജിക്കാൻ ആളുകൾക്ക് കഴിയില്ല. മുൻപ് ഈ അശാസ്ത്രീയമായ രീതിയിലാണ് മണ്ണെടുപ്പ് നടത്തുന്നതെന്നുള്ള വാർത്തകളൊക്കെ തന്നെ വന്നാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും വന്നാണ്. ആ സമയത്ത് ഈ ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ അല്ലെങ്കിൽ അധികൃതർ എന്താണ് പറഞ്ഞത്? ഇത് ദേശീയപാത അതോറിറ്റി അന്ന് പറഞ്ഞത് ഫില്ലിംഗ് സൈഡൊക്കെ റിട്ടേൺ വാൾ അടിച്ച് കെട്ടി ഉറപ്പാക്കുക, അങ്ങോട്ടുള്ള വഴിയും കൊടുക്കും. ഒരിക്കലും അങ്ങനെ പോകാൻ പോകില്ല. പക്ഷെ കട്ടിംഗ് സൈഡിൽ എടുക്കുന്ന മണ്ണുകൾക്കെല്ലാം കനം കുറഞ്ഞ സ്ലാബുകൾ കുത്തിച്ചാരി വരുന്ന ഒരു സമീപനമാണ് കണ്ടത്. അപ്പോൾ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതീഷ്, ഇവിടെ പഞ്ചായത്ത് മെമ്പർമാര്, പൊതുപ്രവർത്തകരെല്ലാം ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റ് അവരോട് സാധാരണ മലയാളികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലാത്ത ആളുകളാണ് ഇവിടെ വരുന്നത്. അവര് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏത് രീതിയിലാണ് റോഡ് ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഇത് വെച്ചാണ് ഇവിടെ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിർമ്മാണത്തിലെ അപാകത തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് 10-ാം മൈലിൽ ചെന്നാൽ അറിയാം, നാഷണൽ ഹൈവേയുടെ അവിടുത്തെ ഡാമിലേക്ക് മണ്ണ് തള്ളിയിട്ടിട്ട് അവിടെ ആ ടൗണിന് തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഡാം മൂടിക്കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ അപകട സാധ്യത തന്നെയാണ്. പ്രകൃതിക്കും വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടുകയാണ്. അപാകതയുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കില്ലല്ലോ. അപാകതയുണ്ട്. അത് ആളുകളെ റോഡ് എന്നുള്ള വികസനം എന്ന നിലയ്ക്ക് ആളുകളെല്ലാം സഹകരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അത് അവർക്ക് വരുന്ന ഒരു വിനയാണെന്നുള്ളത് തിരിച്ചറിവതോടുകൂടി കാണും. ശക്തമായ ഈ മേഖലയിൽ ഒരു 300 വീടെങ്കിലും സ്ഥാപനങ്ങളെങ്കിലും ഇരുമ്പുപാലം 10-ാം മൈല്
ഈ 2 മൈൽ വരെയുള്ള ഭാഗത്ത് ഒരു 300-400 വീടുകളെങ്കിലും ഇത്തരം ഭീഷണിയെ നേരിടുന്നുണ്ട്. അത് വളരെ ഗൌരവമായി MLA അടക്കമുള്ളവർ കണ്ടിട്ടുണ്ട്, പലപ്പോഴും ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് ഫലപ്രദമായി ഇടപെടാനുള്ള റോഷി മിനിസ്റ്റർ അടക്കമുള്ളവർ ഇടപെടുന്നുണ്ട്. ഇവിടുത്തെ MP പലവട്ടവും ഇത് ചൂണ്ടിക്കാണിച്ച് യോഗമൊക്കെ നടത്തിയതാണെങ്കിലും ഫലപ്രദമാകുന്നില്ല. പക്ഷെ ഇതൊക്കെ ഇനി എന്താവും, ഇതിനോടുള്ള പ്രതികരണം എന്താവുന്നല്ല. പക്ഷെ ശക്തമായ പ്രതിഷേധം നാട്ടിൽ ഉയർന്നു വരും, യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ പ്രളയകാലത്ത് ഇതിന് തൊട്ടപ്പുറം മണ്ണിടിഞ്ഞ് 4 പേര് മരിച്ചതാണ്. പാലച്ചോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അത് ഇതിന്റെ ബാക്കിയാണ്. പക്ഷെ ഇവിടെ സാധ്യത കൂടുതലായി, ഉരുളൻകല്ലും മണ്ണ് വെള്ളം എടുത്ത് സാധ്യത കൂടുതലുള്ളതാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനകത്ത് തൊട്ട് പുറകെ കാണുന്ന സ്ഥലത്തൊക്കെ വീടിരുന്നതാണ്, കൃഷി സ്ഥലമല്ല, അവിടെ എല്ലാം വീടായിരുന്നു. എന്റെ പേര് മാത്യു ഫിലിപ്പ്. പ്രദേശവാസിയും ബിജുവിന്റെ സഹപാഠിയുമായിട്ടുള്ള മാത്യു ആണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്.